വറ്റലൂർ ദേശം AD 1760. 3 ഭാഗവും മലയാലും മറുഭാഗത്ത് എതിരാഴൊഴുകുന്ന നദിയാലും ചുറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ഗ്രാമമാണ് വറ്റലൂർ. ചരിത്രമുറങ്ങുന്ന പൊരുന്നൻകുന്നും പടപ്പറമ്പും ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. വള്ളുവനാട് രാജാവിന്റെ 1000 കോടി തട്ടകത്തിൽ ഉൾപ്പെട്ടതായിരുന്നു കുറുവ പ്രദേശം. വള്ളുവക്കോനാതിരിയുടെ ആസ്ഥാനം കുറുവയായിരുന്നു. കൃഷിയിലധിഷ്ഠിതമായ ഒരു പ്രദേശമായിരുന്നു കുറുവ. കുറുവയ്ക്ക് വടക്ക് വറ്റലൂർ ദേശത്താണ് നേമത്തെ ഇല്ലം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് നേമത്തെ ഇല്ലം. 4 കെട്ടാണ് ഈ മന. പരമേശ്വരൻ മൂസത്, രാമൻ മൂസത്, നാരായണൻ മൂസത്, പാർവതി അന്തർജനം ഇവരായിരുന്നു വറ്റലൂരിലെ ജന്മികളും നാടുവാഴികളും. നെച്ചിക്കാട്ട് കളരി വറ്റലൂരിന്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നെച്ചിക്കാട്ട് മനയും അവിടുത്തെ കളരിയും. വള്ളുവനാട് രാജാവും സാമൂതിരി രാജാവും തമ്മിൽ തിരുനാവായയിൽ വെച്ച് നടന്നിരുന്ന മാമാങ്കത്തിന് മേൽക്കോയ്മ തീരുമാനിക്കാനുള്ള വള്ളുവനാട് രാജാക്കന്മാരുടെ ചാവേർപ്പട നെച്ചിക്കാട്ട് കളരിയിൽ വരികയും ഇവിടത്തെ പ്രായം കൂടിയ സ്ത്രീ അവർക്ക് ഒരു ഉരുള ചോറ് ഉരുട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ചാവേർപ്പടയുടെ അവസാനത്തെ ഭക്ഷണം. വള്ളുവനാട് രാജാവിന്റെ ചാവേർപ്പടയിലെ നായകന്മാരായിരുന്നു വറ്റലൂർ നെച്ചിക്കാട് കളരി അഭ്യാസികൾ. ചാവേർ പോരാളികൾക്ക് അവസാനത്തെ വറ്റുകൊടുക്കുന്ന ഊർ. അങ്ങനെയാണ് വറ്റലൂർ എന്ന പേര് ഉണ്ടായത് എന്ന് പൂർവികർ പറയുന്നു. ടിപ്പുവിന്റെ പടയോട്ടം. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് സുൽത്താന്റെ സൈന്യം കുറുവ പഞ്ചായത്തിന്റെ മധ്യത്തിലൂടെയായിരുന്നു നീങ്ങിയിരുന്നത്. ഈ പടയോട്ടത്തിനു ശേഷമാണ് വറ്റലൂരിൽ മുസ്ലിം സമൂഹം കുടിയേറി വരുന്നത്. പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു കൊളപ്പുറത്ത് കേശവൻ നായർ. ഇന്നീ കാണുന്ന കൂട്ടിലങ്ങാടി പടപ്പറമ്പ റോഡ് അദ്ദേഹം മുൻകൈയെടുത്ത് ഉണ്ടാക്കിയതാണെന്ന് ചരിത്രം പറയുന്നു. വറ്റലൂരിന്റെ ഇന്നത്തെ പ്രൗഢിയുടെ മൂലകാരണക്കാരനായ ഇദ്ദേഹത്തെ അനുസ്മരിക്കാതിരിക്കാൻ വയ്യ. യോഗാഭ്യാസ പ്രദർശനം നടത്തി ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ഡോക്ടർ ബാബു രാജേന്ദ്ര പ്രസാദിൽ നിന്നും അവാർഡ് നേടിയ കൊളപ്പുറത്ത് പത്മനാഭൻ നായർ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ്. GLP സ്കൂൾ വറ്റലൂർ. വറ്റലൂർ പാലക്കപ്പറമ്പിലായിരുന്നു ആദ്യത്തെ സ്കൂൾ. പിന്നീട് ഇത് തോട്ടക്കരയിലേക്ക് മാറ്റുകയും ചെയ്തു. ആയിരത്തി 1925 പരേതനായ വറ്റലൂർ നെച്ചിക്കുത്ത് താവുണ്ണി വൈദ്യരുടെ ഉടമസ്ഥതയിൽ സ്വകാര്യ മേഖലയിലാണ് ഈ വിദ്യാലയം ആരംഭിച്ചത്. ഇദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ്. 1940 വിദ്യാലയം 4ാം തരം വരെയുള്ള പ്രൈമറി വിദ്യാലയമായി മാറി. വറ്റലൂർ ദേശത്തെ ഏക സർക്കാർ പ്രൈമറി സ്കൂൾ ആണിത്. നിരവധി പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസ്. കുറുവ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് വറ്റലൂർ ദേശത്താണ്. 1986 മെയ് 2-ാം തീയതിയാണ് വില്ലേജ് ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. അതിനു മുമ്പ് ഈ കെട്ടിടം വായനശാലയും വറ്റലൂർ കലാ സാംസ്കാരിക വേദിയുടെ ആസ്ഥാനവുമായിരുന്നു. നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള നാടകങ്ങൾ ഇവിടെ നിന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി.
1952 കാലഘട്ടത്തിൽ കുറുവ പഞ്ചായത്ത് സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടമായിരുന്നു ഇത്. പിന്നീട് പഞ്ചായത്ത് ഓഫീസ് പടപ്പറമ്പിലേക്ക് മാറ്റുകയും ഇവിടെ ഗവൺമെന്റ് മൃഗാശുപത്രി വരികയും ചെയ്തു. പിന്നീട് 1987-88 കാലഘട്ടത്തിൽ ഇവിടം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി ആക്കുകയും ചെയ്തു. 1952 മാർച്ച് 7-ാം തീയതിയാണ് വറ്റലൂരിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. ഗോവിന്ദൻ നായർ മാസ്റ്ററായിരുന്നു ആദ്യത്തെ പോസ്റ്റ് മാസ്റ്റർ. 1998 ഈ കാണുന്ന പുതിയ കെട്ടിടത്തിലേക്ക് പോസ്റ്റ് ഓഫീസ് മാറ്റിയത്. വറ്റലൂർ പുഴ പെരിന്തൽമണ്ണയിലെ കുളിർമലയിൽ നിന്നും ഉത്ഭവിച്ച് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന് വടക്കുദിക്കിലൂടെ ഒഴുകി രാമപുരം, വറ്റലൂർ, കുറുവ വഴി കടലുണ്ടിപ്പുഴയിലേക്കാണ് ഇത് എത്തിച്ചേരുന്നത്. ഈ പ്രദേശത്തുകാരുടെ കൃഷി ആവശ്യത്തിനുള്ള വെള്ളം ഈ പുഴയിൽ നിന്നാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1960-70 കാലഘട്ടത്തിൽ വറ്റലൂർ കലാസാംസ്കാരിക വേദികളിൽ നിറഞ്ഞു നിന്നിരുന്നു. സാമൂഹിക പ്രതിബദ്ധതയുള്ള കമ്മ്യൂണിസ്റ്റ് നാടകങ്ങളും കലാപരിപാടികളും വറ്റലൂരിന്റെ അരങ്ങു തകർത്തിരുന്നു. ഇതുകൊണ്ടുതന്നെ വറ്റലൂർ മോസ്കോ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ജനാർദ്ദനൻ മാസ്റ്റർ, വേലായുധൻ മാസ്റ്റർ, കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയിരുന്നത്. ഓണമായാലും പെരുന്നാളായാലും ഇവിടുത്തെ നാട്ടുകാർ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. ഉദാത്തമായ സാംസ്കാരിക പൈതൃകം സ്വന്തമായുള്ള ഒരു നാടാണ് ഈ പ്രദേശം. ഇവിടം മതസൗഹാർദ്ദത്തിനും സഹവർത്തിത്വത്തിനും പണ്ടുമുതലേ പേരുകേട്ടതാണ്. ഇന്നത്തെ പുതുതലമുറയും ഈ സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നു. വറ്റലൂർ പഴയ ജുമാ മസ്ജിദും അയ്യപ്പൻകാവ് അമ്പലവും മേക്കുളമ്പ് പള്ളിയും മദ്രസകളും മൂലമണ്ണ ക്ഷേത്രവും മതസൗഹാർദ്ദത്തിന്റെ അടയാളങ്ങളാണ്. ഉത്സവങ്ങളും നേർച്ചകളും ആഘോഷങ്ങളും ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ്.